റിപ്പോർട്ടർ ബ്രേക്കിംഗ്. MSF കൗൺസിൽ യോഗത്തിൽ കൂട്ടയടി. കോഴിക്കോട് ജില്ലാ കൗൺസിൽ പിരിച്ചുവിട്ടു. ജില്ലാ കമ്മിറ്റി പുനഃസംഘടനയെ സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫിനും ട്രഷറർ അസഫ് പിരിമുക്കിനും മർദ്ദനമേറ്റു. മുൻ സംസ്ഥാന ഭാരവാഹികളായ മിസ്ബാഖ് കീഴരിയൂർ, ലത്തീഫ് തുറയൂർ വിഭാഗമാണ് ഔദ്യോഗിക വിഭാഗത്തിനെതിരെ രംഗത്തെത്തിയത്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, എന്താണ് MSFൽ സംഭവിച്ചത്? ഡോക്ടർ അരുൺ, ഇന്നലെയായിരുന്നു MSFന്റെ ജില്ലാ കൗൺസിൽ. ജില്ലയിലെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് കൗൺസിൽ. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് MSFൽ PK ഫിറോസിനെ തുടർന്ന് മിസ്സബ് കീഴരിയൂര് സംസ്ഥാന അധ്യക്ഷനായപ്പോൾ മിസ്സബിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ PK ഫിറോസിന് സ്വാധീനമുള്ള ഗ്രൂപ്പൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ നിലവിൽ ഔദ്യോഗിക പക്ഷമായിട്ടുള്ളത്. എന്നാൽ പുതിയ കമ്മിറ്റിയിലേക്ക് 2 പാനലുകൾ മത്സരിക്കാനെത്തി. ഒന്ന് ഔദ്യോഗിക വിഭാഗത്തിന്, അതായത് മിസ്സബ് കീഴരിയൂരിന്റെ പാനലാണ്. അത് സ്വാഹിബ് മുഹമ്മദ് നിലവിലെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ ഷമീർ പായൂര്, ആസിഫ് കലാം തുടങ്ങിയ ഒരു പാനലാണ്. മറ്റേത് PK നവാസിന്റെയൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വിഭാഗത്തിൽപ്പെടുന്ന CK നജാഫിന്റെയൊക്കെ പാനൽ. അത് അഡ്വക്കേറ്റ് യാസറും റാഷിദ് സബാനും അലി വാഹിദുമാണ് മത്സരിച്ചത്. ഈ 2 പാനലുകൾ മത്സരത്തിനെത്തിയപ്പോൾ റിട്ടേണിംഗ് ഓഫീസർമാരായിട്ടുണ്ടായിരുന്ന CK നജാഫും അസർ പെരുമുക്കും ഇവരെ സമവായത്തിലെത്തിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. ഇതിൽ നിന്ന് ഒരു പാനലിലുള്ള സ്വാഹിബ് മുഹമ്മദിനെ പ്രസിഡന്റാക്കാനും മറ്റേ പാനലിലുള്ള അഡ്വക്കേറ്റ് യാസറിനെ ജനറൽ സെക്രട്ടറി ആക്കി ഒരു സമവായത്തിലെത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ സമവായത്തിന് ഈ മിസ്സബ് കീഴരിയൂരിന്റെ വിഭാഗം തയ്യാറായില്ല. മത്സരത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മത്സരത്തിന് തയ്യാറല്ല, മറ്റൊരു ദിവസം കൗൺസിൽ ചേരാം എന്ന് പറഞ്ഞ് കൗൺസിൽ മാറ്റിവെക്കാൻ പോയപ്പോഴാണ് ഒരു വിഭാഗം പ്രവർത്തകർ ചേർന്ന് ഈ റിട്ടേണിംഗ് ഓഫീസർമാരെ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത്. അങ്ങനെ പ്രശ്നം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിലെത്തി. ആ യോഗം പിരിച്ചുവിട്ട് കൗൺസിൽ മറ്റൊരു ദിവസം ചേരാൻ PMA സലാം നിർദ്ദേശിക്കുകയായിരുന്നു. ഏതായാലും ഇന്നലത്തെ കൗൺസിൽ യോഗം കൂട്ടയടിയിലും സംഘർഷത്തിലുമാണ് കലാശിച്ചത്. ഓക്കെ, പിള്ളേരൊക്കെയാണ്, സംഘടനയാണ്, അടികൂടാതെ കാര്യങ്ങളൊക്കെ നടത്തിയാൽ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു, ചെറുപ്പക്കാർക്കൊക്കെ പ്രാതിനിധ്യം വരാൻ പോകുന്നു എന്നാണ് അറിയുന്നത്.